അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതുകൊണ്ട് അതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. യോഹന്നാൻ 15:5 എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല, ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞത്, ഈ നേരത്തെ വരച്ചിട്ട വഴികളിലൂടെ വരുമ്പോഴേ ക്രിസ്തുവിനെ നമുക്ക് അനിവാര്യമായ ഒരു ഘടകമായി ഒരു വ്യക്തിക്ക് അനുഭവപ്പെട്ട് കഴിയുമ്പോൾ ജീവിതത്തിന്റെ സത്യസന്ധമായ ലക്ഷ്യങ്ങൾ നമുക്ക് പിടികിട്ടും. നമുക്കുള്ളൊരു കുഴപ്പം, ജീവിതത്തിന് പലപ്പോഴും ഫാൾസായിട്ട് ലക്ഷ്യങ്ങളുണ്ട്. ഒരു വിഷയത്തെ ദൈവം സീൽ ചെയ്യുമ്പോഴാണ് അത് സത്യസന്ധമാകുന്നത്. കാര്യം ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം സത്യത്തെ നമുക്ക് കിട്ടത്തില്ലെന്നുള്ളതാണ്. അതിൻ്റെ ഒരു വിഷയമൊക്കെ സത്യത്തെ ഇപ്പൊ തന്നെ നമ്മള് ഇതുമാത്രം 1857 മുതൽ ശിപ്പായി ലഹളം മുതൽ 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭണം വരെ എത്രയെത്ര സമരങ്ങൾ നടത്തി, ജാലിയൻ വാലാബാഗ് പോലെയുള്ള കൂട്ടക്കൊലകളൊക്കെ നടന്ന് നമ്മുടെ ജനങ്ങൾ രക്തം ചിന്തിയാണ് അവസാനം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്, അല്ലേ? സ്വാതന്ത്ര്യം കിട്ടിയെന്നുള്ള കാര്യം കൃത്യമായ കാര്യമാണ്. പക്ഷെ അതേസമയം തന്നെ ഈ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് എന്തുമാത്രം വില കൊടുക്കേണ്ടി വരുന്നു. അപ്പോഴേ സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യം, വില കിട്ടിക്കഴിഞ്ഞ സ്വാതന്ത്ര്യം അതിനേക്കാൾ വിലയുള്ളതായി. ഇപ്പൊ ബ്രഹ്മോസൊക്കെ എന്തുമാത്രം ഉണ്ടെങ്കിലാണ് ജീവിക്കാൻ പറ്റണേ, അല്ലേ? അപ്പൊ അതുകൊണ്ട് അപ്പൊ നമുക്ക് അൾട്ടിമേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം എപ്പോഴും കയ്യും തലയും പുറത്തിട്ടേക്കും, ജീവിതത്തിന്റെ സത്യങ്ങള്. അതുകൊണ്ട് സത്യം എന്നുള്ള വിഷയത്തിലെ ക്രിസ്തു എപ്പോഴും മുറുകെ പിടിക്കും. എന്നിട്ട് ഈശോ പറയും, ഐ ആം ദി ട്രൂത്ത്. അങ്ങനെ വേറെ ആരും ക്രിസ്തു അല്ലാതെ ആരും പറഞ്ഞിട്ടില്ല. ട്രൂത്തിന്റെ കൂടെയാണ് ലൈഫ് ഉള്ളത്. എന്നുവെച്ചാല് ടെമ്പററി ട്രൂത്ത് ഉണ്ട്, ലോങ്കേവിറ്റി കൂടിയ ട്രൂത്ത് ഉണ്ട്. ടെമ്പററി ട്രൂത്തിന് നമ്മൾ അർത്ഥസത്യം എന്ന, ഭാഗിക സത്യം എന്ന, കാലിക സത്യം എന്നൊക്കെ പറയത്തുള്ളൂ. ശാശ്വതമായ സത്യം എന്ന് പറഞ്ഞ വേറൊരു സംഭവമുണ്ട്. അതാണ് യഥാർത്ഥ സത്യം എന്ന് പറയുന്നത്. അത് ക്രിസ്തുവിന്റെ കൂടെയാണ് പോണത്. യോഹന്നാൻ 14:6 യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. വഴിയും സത്യവും ജീവനും ഞാനാണ്. അമൂർത്തമായ കാര്യങ്ങളാണിത്.